നമുക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ 900 കണ്ടിയിൽ പണിയെടുക്കുന്ന വണ്ടിക്കാരാണ് ഞങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണിത്. ഇപ്പോൾ ഞാൻ അവിടുത്തെ സംയുക്ത സർവീസ് സെക്രട്ടറി കൂടിയാണ് അവിടെ. അപ്പോൾ നമ്മൾ 210ഓളം വണ്ടികൾ അവിടെ നമ്മൾ ഉപജീവന മാർഗ്ഗം നടത്തുന്നുണ്ട്, 900 കണ്ടിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഇപ്പോൾ ഇവരതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നമ്മൾ വീടും കൂടി എല്ലാം നഷ്ടപ്പെട്ടു സാറേ. ഇപ്പോൾ ഒരു ഉപജീവനമായി തന്നെ ഇവരൊക്കെ ജീവിക്കുന്ന ഒരു ജീപ്പാണ്. ഒരു ജീപ്പ് ഇപ്പോൾ നിയാസിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു ജീപ്പ് ശരിയായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സാറ് നിങ്ങൾ കാല് പിടിക്കാം സാർ. നമ്മൾ അത്രയും ഒരു വിഷമമുള്ള കാര്യം, കാരണം അവർക്ക് ഒന്നെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഇവരാണ് ആദ്യ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തി ഇവിടുത്തെ സേന എന്ന് പറയുന്നത്. ആളുകൾ ഞങ്ങളൊക്കെ തന്നെ പടവെട്ടിത്തെ വണ്ടി എടുത്തിട്ട് വന്നില്ലേ, അവന്റെ സ്വന്തം വണ്ടിയിൽ അവന്റെ റിസോർട്ട് നോക്കുന്നുണ്ട്, അവന്റെ മുതലാളിന്റെ വണ്ടിയാണത്. ആ വണ്ടി എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരനുണ്ട് നസീർഖാന്ന് പറഞ്ഞിട്ട്. കാരണം നസീർഖാനൊന്നും ഒരിക്കലും മറക്കൂല. കാരണം പുള്ളിയുടെ ഫാമിലിയിൽ സേഫ് ആക്കിയിട്ടാണ് ഈ പറഞ്ഞ പ്രജീഷ് സ്കൂൾ റോഡ് വരുമ്പോഴാണ് വണ്ടി അടക്കാൻ പോകുന്നത്. അത് നസീർഖാൻ, അത്രയും നസീർഖാൻ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരും മൊത്തത്തിൽ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ നസീർഖാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. എന്തായാലും ഷൈജിലിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീരുമാനം കിട്ടും. 250 വണ്ടിക്കാരുണ്ട്. ഇവർ ഇത് ചിലപ്പം സീസണിൽ മാത്രം. ആ വണ്ടിയുടെ അവസ്ഥ എന്താ ഇപ്പോൾ? അത് ടോട്ടൽ ലോസാ മൊത്തം പോയി അല്ലേ? ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല സാറേ, ഉപയോഗിക്കാൻ പറ്റില്ല. പുതിയ വണ്ടിയായിരുന്നു സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു? സെക്കൻഡ് എടുത്താ, ഫോർ വീല്. വീടും പോയി. പരിക്കുന്നവർക്കും ഇല്ലല്ലോ? ഇല്ല, വേറെ ആരെങ്കിലും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. പരിക്കില്ല, പെട്ടെന്ന് രക്ഷപ്പെട്ടു. അത് തലേന്ന് മാറിയോ നിങ്ങൾ? ഇല്ല, ഫസ്റ്റ് പൊട്ടുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള, രണ്ടാമത് പൊട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ മാറി. അതല്ലെങ്കിൽ അത് പോയനല്ലേ, മൊത്തം അടിച്ചു പോയ വീട് മൊത്തം പോയി. നമ്മൾ ഈ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ടൗണ്, ചൂരൽമല ടൗണ്, അതിപ്പോൾ ഏകദേശം മുഴുവനായിട്ട് ഇല്ലാണ്ടായിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലെ കുട്ടികളൊക്കെ സ്കൂളിലെ ദിവസം ടൗണൊക്കെ ഫുള്ളായിരിക്കും. സ്കൂൾ വിടുന്ന സമയം, കുട്ടികൾ വരുന്ന സമയത്ത് അധ്യാപകർ അവിടെ വരുന്നു, അത്രയും. പിന്നെ ഈ എല്ലാ ഭാഗത്തുനിന്നും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഈ ചൂരൽമല ടൗൺ പറഞ്ഞാൽ. അത് നല്ല ഭംഗിയുള്ളൊരു ടൗണായിരുന്നു. അതിപ്പോൾ ഇനിയിപ്പോൾ നിലവിലിപ്പോൾ ഇല്ല. ചായക്കട അതൊക്കെ നമ്മളെ ടൗണിലില്ലതാണ്. അതൊക്കെ നമ്മളെ ടൗണിൽ ഉൾപ്പെടുന്നതാണ്. 10-70ഓളം കടകള് ബന്ധുവീട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എന്തെന്നുള്ളൊരു ഇത് ഉണ്ടെങ്കിലും നമ്മളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്കൂളിൻ്റെ അടുത്ത് ഒരു ടൗണും കൂടി വരികയാണെങ്കിൽ, ഒരു പുനരധിവാസം വരികയാണെങ്കിൽ, അവിടെ ഞങ്ങൾ ഈ കടകൾ കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അതായത് നമ്മൾ ഈ സ്കൂളിൻ്റെ അടുത്തൊരു പുനരധിവാസം വരിക എന്നുള്ളതാണ്. ആ സ്കൂളും അവിടെ ഉണ്ടാവണം, അവിടെയുള്ള മനുഷ്യരുടെ ജീവിതോപാധി ഉണ്ടാവണം. രാജേഷ് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഞാൻ പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് 17 സെൻറ്റ് സ്ഥലം നീലിക്കാപ്പിലുണ്ട്, 17 സെൻറ്റ് സ്ഥലം നോക്കിയുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ വീട് വെക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പഞ്ചായത്തിൽ ഒരുപാട് തവണ നമ്മൾ വീടിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ട് നമുക്ക് ഇതുവരെ പാസ്സായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവർ ഗവൺമെൻറ് പറയുന്ന പാടിയിലുള്ളവരെ നമുക്ക് പാടികളിലേക്ക് ഇനി താമസിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എവിടെ പോകുന്നൊരു ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വീട് വെക്കാൻ നമുക്ക് എന്തായാലും ഗവൺമെൻറ് ഇതുവരെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മളവിടെ കൊടുക്കുന്നുണ്ട്, വീടിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് ചെയ്തു തന്നിട്ടില്ല. ഇപ്പം ഞാൻ സംശയമുണ്ട്, ഇപ്പം നിങ്ങൾക്ക് മേപ്പാടിയിൽ തന്നെ കിട്ടും, നമുക്കൊരു ഉറപ്പുമില്ല. ഇപ്പം നമ്മളടക്കം പല പദ്ധതികളും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അതെന്തായാലും ഈ ജിയോളജിക്കൽ സർവേ പഠിച്ചതിന് ശേഷം മാത്രമേ അതിനൊരു തീരുമാനമാവൂ. അപ്പം നിങ്ങൾക്ക് ചൂരൽമല ടൗണിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വീട് വയ്ക്കാൻ ഒരിടം നൽകിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ചൂരൽമല ടൗണിൽ നമുക്ക് എന്തായാലും പറ്റത്തില്ല. നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലമുണ്ട് നീലിക്കാപ്പ്, അവിടെ നമുക്ക് പെർമിഷൻ കിട്ടിയാൽ. അവിടെ പക്ഷേ ഭീഷണിയുള്ള സ്ഥലമാണോ? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. തടസ്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട് വെക്കാനുള്ള ഒരു മാർഗം അത് നമ്മുടെ സാമ്പത്തിക പ്രശ്നമാണ്. പഞ്ചായത്ത് പെർമിഷൻ ലൈഫിൽ ഉൾപ്പെടുത്തിയില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്ഥലം 17 സെന്റ് ഉണ്ട്, 17 വാസയോഗ്യമാണ്. പേപ്പറൊക്കെ കറക്റ്റ് ആണ്. പേപ്പറെല്ലാം പട്ടയം ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക്. കൂട്ടുകുടുംബത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് ആ പട്ടയം ഇതുവരെ കിട്ടിയില്ല. ആ ഏരിയകൾക്ക് ആർക്കും ഇതുവരെ. പലവിധം പ്രശ്നങ്ങളാണ് ഈ മനുഷ്യർ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ നമ്മൾ നിയാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസും പരപ്പനങ്ങാടി ഫണ്ണീസ് എന്ന വാട്സപ്പ് കൂട്ടായ്മയും ചേർന്നാണ് നിയാസിനൊരു വാഹനം, ആദ്യം വന്ന വാർത്ത ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകൾ അതിൽ പ്രതികരിച്ചത്. ധാരാളം ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് ഓട്ടോറിക്ഷകൾ തരാം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ വരുന്നുണ്ട്. 40,000 രൂപ ചോദിച്ചു. ഷൈജലിൻ്റെയും ഉപജീവനമാർഗം പ്രധാനമായിട്ടും ജീപ്പായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നു, ഓട്ടോവും പോയി. ആണോ? ഷൈജലിനൊരു ഓട്ടോറിക്ഷ നമുക്ക് കൊടുക്കാവുന്നതാണ്. കാര്യം ഒരു പ്രേക്ഷകൻ വിളിച്ച് ഇന്നലെ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആ പ്രേക്ഷകനെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഒരു ഓട്ടോറിക്ഷയുടെ കാര്യം നമുക്ക് ഉടനടി ഏർപ്പാടാക്കാം. ജീപ്പിൻ്റെ കാര്യവും സുമനസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ജീപ്പിൻ്റെ വളയം സുരക്ഷിതമായിരിക്കും. ഷൈജലിൻ്റെ കയ്യിൽ എത്ര വർഷമായിട്ട് ഓടിക്കുന്നു? ജീപ്പോ ഇപ്പോൾ 2 കൊല്ലാവാനായി. പുതിയതായിട്ട് വാങ്ങിയതാണോ? സെക്കൻഡ് ഹാൻഡ് ആണ്. അത് വാങ്ങിയിട്ടാണ് ലോണും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
2018 മോഡല് 2018 മോഡൽ 4 വീല് 4 വീല് താർ M2D താറായിരുന്നോ? താർ M2D. മൊത്തം പോയില്ലേ? ടോട്ടൽ ലോസാ? വണ്ടി ഇതുപോലെ അവശിഷ്ടം പോലും കിട്ടിയിട്ടില്ല. പോയത് എവിടെയാണെന്ന് അറിയില്ല. വീട്ടിൽ വെച്ച മിസ്സിംഗ് ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലും നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല.